ഹലോ എവരി വൺ, വെൽക്കം ടു ആഗി നോട്ട്സ്. ഗ്രാമർ ഫോർ എവരി വൺ എന്ന സീരീസിലെ ഫസ്റ്റ് വീഡിയോയുടെ ടോപ്പിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഗ്രാമർ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഗ്രാമറിൽ ഞാൻ വാട്ട് ഈസ് ഗ്രാമർ, എന്താണ് ഗ്രാമർ, അതേപോലെ തന്നെ വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, ഗ്രാമർ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് പറയുന്നുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗണും പ്രോണൗനും മാത്രമേ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് ഷോർട്ട് വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോസിലേക്ക് ഇടുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാമർ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഗ്രാമർ എന്ന് ഞാൻ പറയുമ്പോൾ വാട്ട് ഈസ് ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഗ്രാമർ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ടെൽ അസ് ഹൗ ടു പുട്ട് വേർഡ്സ് ടുഗദർ ടു മേക്ക് സെൻറ്റൻസ്. അതായത് അതൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേർഡ്സ് സെൻറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു വേർഡ്സ് ഫോം ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാമർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ തോന്നിയതുപോലെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം ഇപ്പോൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഗ്രാമർ യൂസ് ചെയ്താൽ മാത്രമേ, ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അപ്പുറത്തെ ആളോട് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം കൺവേ ചെയ്യാൻ പറ്റും. ആ ഒരു സെറ്റ് ഓഫ് റൂൾസിനാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ്സ് എ ലൈക്ക് എ ഗൈഡ് ദാറ്റ് ഹെൽപ്പ് അസ് ടു സ്പീക്ക് ആൻഡ് റൈറ്റ് ക്ലിയർലി. അതായത് നമുക്ക് ഒരു ഗൈഡ് ബുക്ക് പോലെ ആ ഒരു ഗ്രാമർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാനും ക്ലിയർ ആയിട്ട് എഴുതാനും ഈ ഒരു ഗ്രാമർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാമർ ഹെൽപ്പ് അസ് ടു കമ്മ്യൂണിക്കേറ്റ് അവർ ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ക്ലിയർലി. നമുക്കുള്ളിലുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് നമുക്ക് അപ്പുറത്തെ ആളോട് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട്, നമുക്ക് മലയാളി അല്ലാത്ത ഒരാളോട് നമുക്ക് ഒരു ഫീലിങ്സ് തോന്നാണ്. അപ്പോൾ അപ്പുറത്തെ ആളോട് ഫീലിങ്സ് പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഗ്രാമർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പറയേണ്ട ആവശ്യം ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല നമ്മൾ അപ്പുറത്തെ ആൾക്ക് കറക്റ്റായിട്ട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഗ്രാമർ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. വെൻ വി ഫോളോ ഗ്രാമർ റൂൾസ് അവർ സെൻറ്റൻസ് മേക്ക് സെൻസ്. അതായത് അതിനൊരു അർത്ഥം ഉണ്ടാക്കും. പിന്നെ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി മീൻ. നമുക്ക് അപ്പുറത്തെ ആൾ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും എന്താണ് കാര്യം നോക്കുന്നത്, എന്താണ് നമ്മൾ സംസാരിച്ച കാര്യം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന്. അത് അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാമറിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിത്തൗട്ട് ഗ്രാമർ അല്ലെങ്കിൽ ഗ്രാമർ ഇല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്മ എന്നുള്ള ആ ഒരു ഫ്രേസ് നോക്കാം. ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്മ എന്നുള്ള ഇതിൽ നമ്മൾ ഇതിൽ കോമ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിനുള്ള മീനിങ് വരുന്നത് നമ്മൾ ഗ്രാൻഡ്മേനെ ഭക്ഷിക്കുക അല്ലെങ്കിൽ ഗ്രാൻഡ്മേനെ നമ്മൾ കഴിക്കുക, അതെന്തായാലും പറ്റില്ലല്ലോ. അതിൽ നിന്ന് നമ്മൾ ഗ്രാമർ യൂസ് ചെയ്യാത്തതുകൊണ്ടുള്ള മിസ്റ്റേക്കാണ്. അതിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ നമ്മൾ ഗ്രാൻഡ്മാനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതായിരിക്കും. പക്ഷേ ഇതിൽ കോമ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൽ മീനിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയി. അതിൽ നമ്മൾ ഗ്രാമർ യൂസ് ചെയ്യുകയാണെങ്കിൽ, വിത്ത് ഗ്രാമർ യൂസ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് ഈറ്റ് കോമ ഗ്രാൻഡ്മ, അതിൽ ആ കോമ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു മീനിങ്, നമ്മൾ ആ ഒരു ഗ്രാൻഡ്മേനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ക്ഷണിക്കുക എന്നുള്ള മീനിങ് കറക്റ്റായിട്ട് വന്നു. ആ ഒരു കോമിന് അത്ര ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഗ്രാമറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. അടുത്തത് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് നോക്കാം. പാർട്സ് ഓഫ് സ്പീച്ച് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഡ് ബേസ്ഡ് ഓൺ വാട്ട് ദേ ഡു ഇൻ എ സെൻറ്റൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് ഉണ്ടാവും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിന് മോർ ദാൻ 1 വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ വേർഡ്സിനും ഓരോ കാര്യങ്ങളുണ്ടാവും ചെയ്യാനും. ഇപ്പോൾ ഓരോ കാര്യം അതിനെ ഡിവിഷൻ ചെയ്യുന്നതിനാണ് ആ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ആ പേരിൽ തന്നെ മനസ്സിലാവും. ആ ഒരു സ്പീച്ച് നമ്മൾ പറയുന്ന സ്പീച്ചിൻ്റെ ആ ഒരു പാർട്ടാണ് അത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റോഹൻ ഈസ് പ്ലേയിങ് ഫുട്ബോൾ, അതിൽ റോഹൻ എന്ന് പറയുന്നത് അതിലൊരു പാർട്ടാണ്, നൗൺ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അതേപോലെ തന്നെ ഈസ് പ്ലേയിങ് എന്ന് പറയുന്നത് ഒരു വേർബാണ്. അതേപോലെ തന്നെ ആ ഒരു ഓരോ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിവിഷന് പറയുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈച്ച് ടൈപ്പ് ടെൽ അസ് ഹൗ ദ വേർഡ് വർക്ക്സ്. അതായത് ഓരോ വേർഡ്സും എന്ത് ജോലി ചെയ്യും എന്നുള്ളത് അത് നമുക്ക് പറയും, അത് നമ്മളോട് പറയും. അതേപോലെ തന്നെ ഓരോ വേർഡ്സും വെറുതെ നിൽക്കുന്നില്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ജോലിയുണ്ട്. അതേപോലെ തന്നെ ഇതിൽ 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് ഇംഗ്ലീഷിലുള്ളത്. ദർ ആർ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്. അതിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നൗൺസ് ആണ് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൗൺസ്. അതിൽ നൗൺസ് എന്ന് പറയുന്നത് പേര്, അതെല്ലാവർക്കും അറിയായിരിക്കും. നൗൺസ് ആർ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, തിങ്സ് ഓർ ഐഡിയാസ്. അതായത് എന്തിൻ്റെങ്കിലുമൊക്കെ പേര്, അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു തിങ്സിൻ്റെ പേര്, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ഐഡിയൻ്റെ പേര്, അതിനാണ് നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാത്തിനും ഒരു പേരുണ്ടാവില്ല. ഇപ്പോൾ ഒരു ക്യാറ്റ്, സിറ്റി, ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരാളെ പേര് ജോൺ,
എന്താണെങ്കിലും ഒരു പേരിന് പറയുന്നത് ഇതാണ് നൗൺ എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് പ്രോണൗൺ. പ്രോണൗൺ എന്ന് പറയുന്നത് നൗണിന് റിപ്പീറ്റായിട്ട് വരുന്നതിന് യൂസ് ചെയ്യുന്നതിനാണ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. അതായത് പ്രോണൗൺ ആർ വേർഡ്സ് ദാറ്റ് റീപ്ലേസ് നൗൺ ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ. അതായത് നൗണ് പിന്നെയും ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ അല്ല ഒരു പാരഗ്രാഫിലേക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു സെൻറ്റൻസ് വിയേർഡായിട്ട് തോന്നും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വില്യം ഷേക്സ്പിയർ ഈസ് എ ഗ്രേറ്റ് പ്ലേ റൈറ്റ്. അതേപോലെ തന്നെ അടുത്ത സെൻറ്റൻസ് നമ്മൾ പറയാണ് വില്യം ഷേക്സ്പിയർ ഈസ് കോൾഡ് ദ ബാർഡ് ഓഫ് A1. അതിൽ 2 പ്രാവശ്യം നമ്മൾ വില്യം ഷേക്സ്പിയർ എന്നുള്ള യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഹീ എന്നുള്ള ആ ഒരു പ്രോണൗൺ യൂസ് ചെയ്യാം. ഇവിടെ ഹീ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഗേളിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഷീ എന്ന് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇറ്റ് യൂസ് ചെയ്യാം, ദേ യൂസ് ചെയ്യാം, യു യൂസ് ചെയ്യാം. അതൊക്കെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. പ്രോണൗൺ ആർ വേർഡ്സ് ദാറ്റ് റീപ്ലേസ് നൗൺസ് ആൻഡ് അവോയ്ഡ് റിപ്പീറ്റേഷൻ. കുറച്ചും കൂടി ഷോർട്ടറും ക്ലിയറും ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് വേർബ്സ് ആണ്. വേർബ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർബ്സ് ആർ ആക്ഷൻ വേർഡ്സ്. ദേ ടെൽ us what the subject is doing. അതായത് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പേര് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാവും. ഇപ്പോൾ ഒരാൾ ഓടാണെങ്കിൽ അല്ലെങ്കിൽ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ റണ്ണ്, ജമ്പ്, സിങ്, പിന്നെ അതേപോലെ തന്നെ ഈസ്, ആറ്, അതൊക്കെ ഒരു വേർബാണ്. ലിങ്ക് ദ സബ്ജക്റ്റ് ടു മോർ ഇൻഫോർമേഷൻ. അതായത് ഷീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ, ഇതിൽ ഈസ് ഒരു വേർബാണ്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, അതിൽ ആറ് ഒരു വേർബാണ്. അതേപോലെ തന്നെ പ്ലേ ഒരു വേർബാണ്. അതൊക്കെയാണ് വേർബ് എന്ന് പറയുന്നത്, ആക്ഷൻ വേർഡ്സ്. അടുത്ത വരുന്ന അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ഡിസ്ക്രൈബ് നൗൺസ് ഓർ പ്രോണൗൺസ്. അതായത് നൗൺസിനും പ്രോണൗൺസിനും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഒരാളെ പേര് പറയുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ഇത്ര ഹൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ഫെയർ സ്കിന്നാണ്, അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്നാണ്, അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യില്ല. അതിനാണ് അഡ്ജക്റ്റീവ്സ് എന്ന് യൂസ് ചെയ്യുക. അതിന് സബ്ജക്റ്റിന് നമുക്ക് ആ ഒരു നൗൺസിനെ പ്രോണൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പി, ബ്ലൂ, ടോൾ, അതൊക്കെ ഒരു അഡ്ജക്റ്റീവ്സ് ആണ്. പിന്നെ അടുത്ത വരുന്നത് ആഡ്വേർബ്സ് എന്ന് പറയുന്നത് നമ്മൾ ആഡ്വേർബ്സ് മോഡിഫൈ വേർബ്സ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് അതർ ആഡ്വേർബ്സ്. അതായത് വേർബ്സിനെ മോഡിഫൈ ചെയ്യും, അഡ്ജക്റ്റീവ്സിനെ മോഡിഫൈ ചെയ്യും, അതേപോലെ തന്നെ മറ്റുള്ള ആഡ്വേർബ്സിനെ മോഡിഫൈ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നൗൺസിനും പ്രോണൗൺസിനും യൂസ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ഹാപ്പി അല്ലെങ്കിൽ ടോൾ. ഇപ്പം നമ്മൾ ടോൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം ടോളാണ് അല്ലെങ്കിൽ എത്രത്തോളം ടോളാണെന്നുള്ള അതിൻ്റെ ഡെപ്തൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആഡ്വേർബ്സ് യൂസ് ചെയ്യണം വരും. ഇപ്പോൾ ഹീ ഈസ് വെരി ടോൾ. ഇപ്പോൾ ഒരാൾ റൺ ചെയ്യുകയാണെങ്കിൽ ഷീ റൺസ് ക്വിക്ക്ലി എന്ന് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി ഫാസ്റ്റായിട്ടാണ് ആ ഒരു പേഴ്സൺ ഓടുന്നത് അല്ലെങ്കിൽ റൺ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ ക്വിക്ക്ലി, വെരി ഫാസ്റ്റ്, അതൊക്കെ ഒരു ആഡ്വേർബാണ്. അതേപോലെ തന്നെ യെസ്റ്റർഡേ, ഹിയർ, അതൊക്കെ ഒരു ആഡ്വേർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രപ്പോസിഷൻ ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നൗൺ ആൻഡ് അതർ വേർഡ്സ്. അതായത് ഒരു നൗണും മറ്റുള്ള വേർഡ്സായിട്ട് റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാണ്, നമ്മളൊരു ആളോട് പറയാണ് ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ടേബിളിൻ്റെ മേലെയാണ് ആ ബുക്ക് ഉള്ളതെന്ന്. ബുക്ക് ഈസ് അണ്ടർ ദ ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഓൺ അല്ലെങ്കിൽ അണ്ടർ അല്ലെങ്കിൽ ഇൻ, അറ്റ്, ബിറ്റ്വീൻ, ഇതൊക്കെയാണ് പ്രപ്പോസിഷൻ്റെ എക്സാമ്പിൾ പറയുന്നത് ദ കാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ. അടുത്ത് വരുന്ന കൺജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് വേർഡ്സ്, ഫ്രേസസ് ഓർ ക്ലോസസ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ കണക്ട് ചെയ്യാവുന്ന വേർഡ്സ്. ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ എക്സാമൊക്കെ ചെയ്താണെങ്കിൽ ആൻഡ്, അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാക്കണമെങ്കിൽ ആൻഡ് യൂസ് ചെയ്യും, ബിക്കോസ് യൂസ് ചെയ്യും, അതേപോലെ തന്നെ ബട്ട് യൂസ് ചെയ്യും, ഓർ യൂസ് ചെയ്യും, ഓൾദോ യൂസ് ചെയ്യും. അങ്ങനത്തെ കുറേ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യും. ആ ഒരു കണക്റ്റിംഗ് വേർഡ്സിനാണ് നമ്മൾ കൺജക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ലൈക്സ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്. പിന്നെ അടുത്ത വരുന്നത് ലാസ്റ്റിലത്തെ ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ഇമോഷൻ അല്ലെങ്കിൽ സർപ്രൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർജെക്ഷൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഓ, വാവ്, ഔച്ച്, ഹേ, ഇതൊക്കെയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാവ്, ദാറ്റ്സ് അമേസിങ്. അടുത്ത വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൗണിനെയും പ്രോണൗണിനെയും നമ്മൾ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണെങ്കിൽ നൗൺ എന്താണെന്ന് നോക്കാം. നൗൺ എന്ന് പറയുന്നത് വാട്ട് ആർ നൗൺസ് എന്ന് പറയുകയാണെങ്കിൽ നൗൺസ് ആർ വേർഡ്സ് ദാറ്റ് നെയിം ലൈക്ക് പീപ്പിൾ, പ്ലേസ്, ആനിമൽസ് ഓർ ഒബ്ജക്ട്സ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നൗൺസ് എന്ന് എന്തിൻ്റെങ്കിലും ഒരു പേര്, അതിപ്പോൾ ഒരാളെ പേരാവും, ഒരു പ്ലേസിൻ്റെ പേരാവും, ഒരു ആനിമലിൻ്റെ പേരാവും, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, എന്തിനാണെങ്കിലും പേര് കുഴപ്പമില്ല. അതിനാണ് നൗൺസ് എന്ന് പറയുന്നത്. അതിൽ നൗൺസിൽ 6 ടൈപ്പ് ഓഫ് നൗൺസ് ഉണ്ട്. ഒന്ന് കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് അല്ലെങ്കിൽ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന നൗൺസ് ഇല്ലേ. ഇപ്പോൾ ദീസ് ആർ റെഗുലർ നെയിംസ് ഫോർ തിങ്സ്. അതായത് സിറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിന്, ഗ്രൂപ്പ് ഓഫ് കാറ്റിനെ നമുക്കൊരു ജനറലായിട്ട് ക്യാറ്റ് എന്ന് വിളിക്കില്ല. അതേപോലെ തന്നെ സിറ്റി,
ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നെയിം ഇല്ലാതെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടേം ഇല്ല, അതിനാണ് കോമൺ നൗൺസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുമ്പോൾ ഒരു സ്പെസിഫിക് നെയിം, സ്പെഷ്യൽ നെയിംസ് ഫോർ സ്പെസിഫിക് തിങ്സ്. അതായത് ഓരോന്നിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നെയിം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കാറിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരാളെ പേര് ടോം, അല്ലെങ്കിൽ പാരീസ് ഒരു സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ കമ്പനി ബ്രാൻഡിൻ്റെ പേര് ടൊയോട്ട. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. പ്രോപ്പർ നൗൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആ ഒരു വേർഡ് റിട്ടേൺ ആയിട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തത് കൗണ്ടബിൾ നൗൺസ് ഉണ്ട്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിനാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അതിന് ആപ്പിൾ, ബുക്ക്, കാറ്റ് ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അടുത്ത വരുന്നത് നൗൺസിൻ്റെ ബാക്കി വരുന്നത് അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ തിങ്സ് യു ക്യാൻ കൗണ്ട് ഈസിലി, അത് പെട്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത തിങ്സ് യു കാൺ കൗണ്ട് ഈസിലി. എക്സാമ്പിൾ മിൽക്ക്, റൈസ്, ഇതൊന്നും പെട്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതായത് മിൽക്ക് ആൻഡ് റൈസ് യമ്മി ആൻഡ് ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അടുത്ത് വരുന്നത് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത് നമ്മൾ ഐഡിയാസ് അല്ലെങ്കിൽ ഫീലിങ്സ് യൂസ് ചെയ്യുന്നതിനാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. അതിൽ ഫ്രീഡം, ലവ്, ഇൻ്റലിജൻസ് ഇതൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. അടുത്തത് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ടച്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ല ഹിയർ ചെയ്യാൻ പറ്റുന്നത്, നമുക്കല്ലേ കാണാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഡോഗ്, റെയിൻ, ഫ്ലവർ, ഇതൊക്കെയാണ് കോൺക്രീറ്റ് നൗൺസ്. അടുത്ത നമ്മൾ പ്രോനൗൺസ് എന്താണെന്ന് നോക്കാം. പ്രോനൗൺസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നൗൺസിനെ റീപ്ലേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അതിൽ 6 ടൈപ്പ് ഓഫ് പ്രോനൗൺസ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് പേഴ്സണൽ പ്രോനൗൺസ്, എക്സാമ്പിൾ ഐ, യു, ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെ നമ്മളൊരു പേഴ്സണലായിട്ട് കാണിക്കുന്നില്ലേ, അത് ഷീ ഗേവ് ഹിം ദ ടോയ് ആൻഡ് ഹീ സെഡ് താങ്ക് യു ടു ഹർ, അതൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയാം. അതിനാണ് പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. അടുത്ത പൊസസീവ് പ്രോനൗൺസ്, അതിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോസ് ഹൂ ഓൺ സംതിങ്, അതായത് മൈൻ, യുവേഴ്സ്, ദിസ് ടോയ് ഈസ് മൈൻ നോട്ട് യുവേഴ്സ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം നമുക്ക് ഓൺ ചെയ്യുന്ന കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് പൊസസീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിഫ്ലെക്സീവ് പ്രൊനൗൺ, അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ദ ഷോ ദാറ്റ് സബ്ജക്റ്റ് ഈസ് ഡൂയിങ് സംതിങ് ഇറ്റ് സെൽഫ്, അതിനോട് തന്നെ ചെയ്യുമ്പോൾ ഇപ്പോൾ മൈ സെൽഫ്, യുവർ സെൽഫ്, ഐ ഡിഡ് ദ ഹോംവർക്ക് മൈ സെൽഫ്, അതൊക്കെ ഒരു എക്സാമ്പിളാണ്. ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്, ഔ സെൽഫ്, അതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് വരും. അടുത്ത വരുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ദീസ് പോയിന്റ് ടു സ്പെസിഫിക് തിങ്സ്, അതായത് നമുക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ദിസ്, ദാറ്റ് പ്ലേസ് എന്നൊക്കെ പറയില്ലേ, this is my favorite toy and I'll also like those over there. അതായത് നമുക്ക് ദിസ്, ദാറ്റ് അങ്ങനത്തെ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ പറയാൻ വേണ്ടിയിട്ട് അതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. അടുത്തത് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് റിലേറ്റീവായിട്ട് ആഡ് ചെയ്തിട്ട് പറയണമെങ്കിൽ ദ ബുക്ക് വിച്ച് യു ലെൻഡ് മീ, ആ ബുക്കിനെ കുറിച്ച് കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ട് പറയുമ്പോഴാണ് വിച്ച് യു ലെൻഡ് മീ യൂസ് ചെയ്യുക. ആ ഒരു വിച്ചിനൊക്കെ പറയുന്ന പേരാണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. വൂ, ഹൂം, ഹൂസ്, അതേപോലെ തന്നെ വിച്ച്, ദാറ്റ്, ഇതൊക്കെ ഒരു റിലേറ്റീവ് പ്രോണൗൺ. അടുത്ത് വരുന്നത് ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് എന്ന് പറയുന്നത് ദീസ് ആർ ഫോർ തിങ്സ് ഓർ പീപ്പിൾ ദാറ്റ് ആർ നോട്ട് സ്പെസിഫിക്. അതായത് ഒരാളെ പേര് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നില്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രോണൗൺ എന്ന് പറയാം. അതിനെ നമ്മൾ സംവൺ, എനിബഡി, എവറിബഡി, അതായത് ഒരാളെ പേര് നമ്മൾ എടുത്തു പറയുന്നില്ല. സംവൺ ലെഫ്റ്റ് എ ബാഗ് ഹിയർ, നമ്മൾ ആരാണെന്ന് അറിയില്ല, അതിനാണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ബാക്കിയുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. താങ്ക് യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.